ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു അട റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ ഒരു 6 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടി അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് അരിപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു തേങ്ങ ചിരകിയതാണ് ഇത് ഒരു ബൗളിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുത്തതിന് ശേഷം അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര നമ്മൾ പാനിയാക്കി എടുക്കുന്നത് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചിട്ടും ചേർക്കാം. പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയും കൂടെ ചേർക്കാം. ഞാനിവിടെ ഏലക്ക ചേർക്കണില്ല കേട്ടോ. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു വാഴയില എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് വലിയത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ശർക്കരയുടെ ആ ഒരു മിക്സ് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇല ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് അങ്ങനെയൊന്നും കഴിക്കണില്ല, ആവിയിൽ പുഴുങ്ങിയെടുക്കണേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മളിതുപോലെയുള്ള ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഡ്ഡലി പാത്രത്തിലോ ഏതിൽ വെച്ചാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.